മലയാളികളെ സംബന്ധിച്ചോളം സീബ്രയെ കണ്ടിട്ടില്ല. അത് ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണ്, പക്ഷേ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിൻ്റെ പരിശീലനം കൊടുക്കേണ്ടതാണ്. നമ്മൾ ഈ ഹൈവേ വന്നാൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരം, ഞാൻ രാം മഹേഷ്. ഇന്ന് എന്നോടൊപ്പം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ മൈത്രേയനാണ്. ഹലോ മൈത്രേയൻ. നമസ്കാരം. ശരി, ഇങ്ങനെയൊരു ഡിസ്കഷൻ നമുക്ക് സാധ്യം ഉണ്ടായതിന് കൂടെ ഇരുന്നതിന് നമ്മൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, റോഡ് സേഫ്റ്റി അല്ലേ? 64,000 ആൾക്കാർ ഒരു വർഷം മരിക്കുക. നമ്മൾ ഇന്ത്യയിൽ കണക്കെടുത്ത ഐ തിങ്ക് മോർ ദാൻ 6,000 ഈ വർഷം. അതെ, കേരളത്തിൽ അത്രയുണ്ട്. എന്താണ് ഇത് പ്രതിവിധിയായിട്ട് തോന്നുന്നത്? കാരണം ഒരുപാട് കാര്യങ്ങൾ റോഡുകളൊക്കെ വികസിച്ചിട്ടും അതിൽ കുറവൊന്നും വരുന്നില്ല. അല്ല, ഈ റോഡ് ഉപയോഗിക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പഴയ കാര്യം പറയേണ്ടി വരുന്ന ഒരു സ്ഥലമുണ്ട് എപ്പോഴും. AK ആന്റണി ഇരുന്ന സമയത്തും നായനാരിരുന്ന സമയത്തും ഞാൻ നേരിട്ട് തന്നെ ഈ പ്രശ്നം പറയുകയും ഒരു 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സ്കൂളിനകത്തൂടെ ഈ റോഡുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഒപ്പം തന്നെ സിവിക് സെൻസ് എന്നുള്ള നിലവാരത്തിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി, ഇത് രണ്ടും ക്ലാസ് റൂമിൽ കുട്ടികളെ എക്വിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സ്കൂളുകളെ കേന്ദ്രീകൃതമായിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ ആളുകളെ മുഴുവനും കൂടെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ ക്യാപ്റ്റീവ് ഓഡിയൻസാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികളിലൂടെ ഒരു 10-15 വർഷം എന്ന് പറയുമ്പോഴത്തേനും ഒരു തലമുറ ഇറങ്ങും അവർ. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു ഞാൻ. അപ്പോൾ അതിന് പഠിപ്പിക്കുന്നതിനുള്ള ആളുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ റിട്ടയർ ചെയ്ത ആൾക്കാർ. അന്ന് ഞാനത് എഴുതി കൊടുക്കുന്ന കാലത്ത് 55 വയസ്സിലാണ്. അപ്പോൾ ഒരു 10 വർഷം അവർ എന്തായാലും ഫങ്ഷണലായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇരിക്കും. 10-15 വർഷം ഇരിക്കും. അപ്പം അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുക. അപ്പോൾ അവരെ കൊണ്ട്, അപ്പം ഈ അധ്യാപകരെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ ഈ ക്ലാസ്സിൽ അതിനകത്ത് വിദ്യാഭ്യാസത്തിന് അവർക്ക് തടസ്സമായിട്ട് ഇത് അവരെ ട്രെയിൻ ചെയ്യുന്നത് മാത്രമല്ല, അവർ ഈ സമയമില്ലായ്മയും ഒക്കെ പറഞ്ഞ് എതിരാകും. അപ്പം ഞാൻ പറഞ്ഞ ഈ ആ പ്രോജക്റ്റ് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് കുട്ടികളെ കൊണ്ടു നടന്ന് പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. റോഡിലെ സൈനുകൾ നമ്മൾ വരച്ചു വയ്ക്കും. സൈൻ എല്ലായിടത്തും വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൈൻ എന്താണെന്ന് ആരോടും പഠിപ്പിച്ചിട്ടേ ഇല്ല. നമ്മൾ ആളുകൾ താനേ അറിഞ്ഞ് ഇത് ചെയ്യണം എന്നാണ്, അതുപോലെ അത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, പുതിയൊരു റോഡ് സൈൻ വന്നാൽ നമ്മളായാലും അറിയില്ല, അതെന്താണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ തുടർച്ചയായ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതാണ്, പക്ഷേ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതല്ല, പരിശീലനം കൊടുക്കേണ്ടതാണ്. ആ ഏരിയയ്ക്കകത്ത് ഞാൻ പറഞ്ഞൊരു 20 വർഷം ഒരു തലമുറ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ അവർ ഇറങ്ങുകയും അവർ വീടുകളിലേക്കെത്തി വീട്ടുകാരോട് ഈ വിഷയങ്ങൾ പറയുന്നവരായിട്ട് മാറുക എന്ന് പറയുന്നതാണ്. ഇതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും നമുക്ക് വീടുകളിലുള്ള ആളുകളോട് റോഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെക്കാമെന്നുള്ളതല്ലാതെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് അതിനു വേണ്ടി ആൾക്കാരെ ഒരിക്കലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു വീടിനൊരാളെ വെച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിക്കും. അത് മിക്കവാറും പുരുഷന്മാരാരും വരത്തില്ല, കുറച്ച് സ്ത്രീകളായിരിക്കും വരുന്നത്. കുടുംബശ്രീയോട് ബന്ധപ്പെട്ടോ അതുപോലുള്ള സാധനങ്ങളോട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരോട് വന്നിരിക്കുന്നുണ്ടാകും. അവരോട് ഇത് പറയുന്നുണ്ടാകും. അവരൊരിക്കലും റോഡ് ഉപയോഗിക്കുന്നവരായിട്ട് അവർ നേരിട്ട് അപ്പോൾ പോകുന്നുണ്ടാകത്തില്ല. അതുകൊണ്ട് ട്രെയിനിങ് കിട്ടത്തേയില്ല. അപ്പം നമ്മൾ ഈ സ്വഭാവം മാറുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ഒരു ട്രെയിനിങ് കിട്ടുന്നത് വഴിയാണ് യഥാർത്ഥത്തിൽ സ്വഭാവം മാറുന്നത്. തൊട്ട മുതൽ തുടൽ വരെ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ പ്രോജക്റ്റ് എഴുതിയിട്ടുള്ളത്. 2 കൂട്ടരും AK ആന്റണിയും തോളെത്തട്ടി അഭിനന്ദിച്ചു, നയനാരും തോളെത്തട്ടി അഭിനന്ദിച്ചു. ഇതല്ലാതെ വേറെ ഒന്നും നടന്നില്ല. അവരെ സംബന്ധിച്ചോളം അതിൽ ഇമ്മീഡിയറ്റ് പ്രശ്നമായിട്ട് അവരങ്ങനെ കാണാതെ വരും. പക്ഷെ പറയുമ്പോൾ കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് പറയുന്ന തരത്തിൽ പറയുന്നതല്ലാതെ ഒരിക്കലും അത് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു സമയത്തും അത്തരത്തിലുള്ള ഒരു വ്യാപകമായ എഫർട്ട് ഒരിക്കലും നടന്നിട്ടില്ല. അവിടെ എവിടെയും പീസായിട്ട് ഞാനുമൊക്കെ ചെയ്തിട്ടുണ്ട്.
എൻ്റെ പരിചയമുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മളിത് ചെയ്യിച്ചിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ സിവിക് സെൻസ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് ഇത് രണ്ടും, വേസ്റ്റ് മാനേജ്മെൻറ്റും റോഡ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുക അല്ലാതെ സത്യത്തിൽ കഴിയില്ല. ലോകവ്യാപകമായി നമ്മൾ നോക്കിയാൽ മതി, എല്ലാ സ്ഥലങ്ങളിലും ഈ ക്ലാസ് റൂമിനകത്തുനിന്ന് അധ്യാപകരെ പുറത്ത് കൊണ്ടുപോയി റോഡിൽ കൂടെ കൊണ്ടുപോകും കുട്ടികളെ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവർ സ്റ്റോപ്പ് സൈനൊക്കെ കാണിച്ച് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പം ഈ സീബ്ര ലൈൻ എന്ന് നമ്മൾ പറയുമ്പം ഇപ്പം മലയാളികളെ സംബന്ധിച്ചോളം സീബ്രയെ കണ്ടിട്ടില്ലാത്ത നമ്മൾ നമുക്കെല്ലാവർക്കും സീബ്ര അറിയുന്ന പറഞ്ഞാൽ ക്ലാസ് റൂമിൽ കണ്ടിട്ടുള്ളൂ. വീട്ടിനകത്തുള്ള ആൾക്കാർക്ക് സീബ്ര എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ടെലിവിഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ സീബ്രയെ കാണുന്നത്. അല്ലെ സീബ്ര ലൈൻ നമ്മൾ വരച്ച് വയ്ക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ആർക്ക് പറഞ്ഞു? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ നഗരത്തിലേക്ക് വരുമ്പോൾ ഈ സീബ്ര ലൈനിൽ കൂടെ നടക്കണം എന്നുള്ള കാര്യം അവർക്ക് എങ്ങനെ അറിയാം? ഇത് ഇങ്ങനൊരു വിദ്യാഭ്യാസം ആവശ്യമുണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ല. ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. മുൻപ് മധ്യപ്രദേശിലെ കണ്ടതൊരു ഹൈവേ വന്നിരുന്നു. ഞാൻ മുമ്പ് വായിച്ചൊരു ഓർമ്മയാണ്. അപ്പോൾ ഈ ഹൈവേയുടെ അപ്പുറത്തെ സൈഡിലാണ് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അങ്ങനത്തെ മെയിൻ സ്ഥാപനങ്ങളൊക്കെ അപ്പുറത്താണ്. ഇപ്പുറത്തെ സൈഡിലാണ് വില്ലേജ്. അപ്പോൾ ഇവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ വില്ലേജിൽ 1-2 ആണുങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലാവരും വണ്ടി ഇടിച്ച് മരിച്ചു. ഹൈവേ പ്രശ്നം ഞാൻ കുറച്ചൊരു 6-7 ഇയേഴ്സ് ബാക്ക് ഞാൻ വായിച്ചത്. അത് ഈ പറഞ്ഞ ആ ഒരു അതിൻ്റെ ഒരു പ്രധാന സാധനം ഇപ്പം നമ്മൾ ഈ ഹൈവേ വന്നാൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റോഡിന് വീതി എന്ന് പറയുന്നത് 20 അടി അല്ലെങ്കിൽ 30 അടി വീതി ഉണ്ടായിരുന്ന റോഡായിരുന്നു. ഇതായിരുന്നു ആളുകൾ പണ്ട് ക്രോസ് ചെയ്തത്. ഇത് ഒരു സൈഡിലെ തന്നെ 45 മീറ്റർ വരുമ്പോഴത്തേന് അത്രയും അടി കടക്കാൻ കഴിയില്ല എന്ന് ഈ ആളുകൾക്ക് അറിയില്ല. ഒരു ജീവിബോധമാണ് നമ്മൾ ഈ വണ്ടി. അപ്പം നമ്മളൊരു അസസ്മെൻറ്റാണ് നടത്തുന്നത്. അവിടെ നിന്ന് വണ്ടി വരുന്നു, ആ വണ്ടി വരുമ്പോൾ അതിങ്ങ് എത്തുന്നതിന് മുമ്പേ നമ്മൾക്ക് കടക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഹൈവേ ഉണ്ടായി കഴിയുമ്പം അതുവരെ ഒരു 35 തൊട്ട് 40 കിലോമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന 60 കിലോമീറ്റർ വന്നിരുന്ന വണ്ടികൾ ആരംഭിക്കുന്ന 60 കിലോമീറ്റർ, കുറഞ്ഞ സ്പീഡാണ് 60 കിലോമീറ്റർ എന്ന് പറയുന്നത്. 80 കിലോമീറ്റർ തൊട്ട് 100 കിലോമീറ്റർ ആയാലും വരും. അപ്പോൾ ഈ ആളുകൾ നടുക്ക് ഡിവൈഡർ വയ്ക്കും. ആ ഡിവൈഡർ വെക്കുന്നത് അവർ വിചാരിക്കുന്നത് അത് സൈഡായെന്നാണ് അവർ വിചാരിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് ലൈനിൻ്റെ സ്ഥലമാണ്. അതങ്ങനെ ആൾക്കാർക്ക് ഇത് വിദ്യാഭ്യാസമില്ല. അപ്പോൾ അവർ ഓടി അവിടെ പോയാൽ നിൽക്കുന്നത്. ശരിയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് 100 കിലോമീറ്റർ വരുന്ന കാറാണ് ഇടിക്കുന്നത് അവർ. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവർ ജീവിച്ചിരിക്കത്തില്ല. പിന്നെ അപ്പം ഒരിക്കലും ഈ വണ്ടി ഓടിക്കുന്ന ഹൈവേ കയറുമ്പോൾ ഓടിക്കാനായിട്ട് വേണ്ടി ഉണ്ടാക്കിയ ഹൈവേ ആണെന്ന് അറിയുന്ന ഡ്രൈവേഴ്സാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവർ സ്പീഡിൽ ഓടിക്കും. ആ സ്പീഡിൽ ഓടിക്കുന്നിടത്ത് നമ്മൾ ശ്വാസം വിടാൻ നിൽക്കുന്ന സ്ഥലമായിട്ടാണ് ഈ നടുവശം ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. ശ്വാസം വിടാനല്ലല്ലോ, അവിടെ നിന്നുകൂടാത്ത സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്ത് അവിടെ നിൽക്കുക എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് മിക്കവാറും അതിന് കഴിയാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ ആളുകൾ അവിടെ അങ്ങോട്ട് ഈ വഴി നോക്കി നടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലൈനിലാണ് ഈ നടക്കുന്നത്. നമ്മൾ സ്കൂട്ടറുകാരെ നോക്കിയാൽ മതി, ആ സൈഡിൽ കൂടെ ഓടിക്കുക അവർ. അപ്പം ഇത് പഠിപ്പിക്കാതെ മനസ്സിലാകത്തേയില്ല. സകല ലോറിയും ഫാസ്റ്റ് ലൈനിലുണ്ടാവും. ഞാൻ വടക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേ വന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ ഇത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഷോക്ക് ആയിപ്പോയി. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഈ ലൈൻ വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് എൻഫോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ സംഭവിച്ചത് അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തുള്ള നാഷണൽ ഹൈവേയിൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നിടത്താണ് ട്രക്ക് ഓടേണ്ടതെന്ന്, രണ്ടാമത്തെ ലൈനിലാണ് സ്പീഡായിട്ടുള്ള കാർ ഓടേണ്ടതെന്നും, മൂന്നാമത്തെ ലൈനാണ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്നുള്ള അറിവുള്ള ആരുമേ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ വൈറ്റില എടപ്പള്ളി ഹൈവേ വീതി കൂട്ടിയെടുത്ത സമയത്ത് അതൊരു വർഷം എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ ലൈൻ ട്രാഫിക് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോലീസ് കുറച്ച് MVD ഒക്കെ കുറച്ച് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് അപ്പം പഠിപ്പിക്കുന്നതാണ് സാക്ഷരത എന്ന് പറഞ്ഞ സാക്ഷരതാ മൂവ്മെന്റ് നമ്മൾ നടത്തിയില്ലേ. ആ സാക്ഷരതാ മൂവ്മെന്റ് എന്ന് പറയുന്നത് പോലെയാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എക്സ്റ്റൻഷനാണ് ഈ സാക്ഷരത. തീർച്ചയായിട്ടും പ്രായമായവർക്ക് കൊടുക്കുന്ന പറ്റാതെ പോയവർക്ക് ഉള്ളതാണ്. അല്ലാതെ അതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ക്ലാസ് റൂമിൽ തന്നെയാണ്. ക്ലാസ് റൂമിൽ ഒരു ദിവസം പോലീസുകാർ വന്ന് പറയുന്നതല്ല ക്ലാസ് റൂം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ട്രെയിനിങ് കിട്ടേണ്ടത് റോഡ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കരിക്കുലത്തിൻ്റെ ഭാഗമാകേണ്ടത്. അങ്ങനെയാണ് അത് പഠിപ്പിക്കേണ്ടത്. അതിന് അധ്യാപകർക്ക് സമയമില്ല എന്ന് അവർ പറയുന്നത് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ റിട്ടയർ ചെയ്ത ആൾക്കാരെ അതിനെ എംപ്ലോയ് ചെയ്യണം. അവർക്ക് വലിയ ശമ്പളം ഒന്നും കൊടുക്കണ്ട, അവർക്കൊരു ഓണറേറിയം വളരെ ചെറിയ ഒരു പണം കൊടുത്തിട്ട് അവർക്കൊരു വേഷവും കൊടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഈ റോഡിലെല്ലാം നടന്ന് ഓരോന്നായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്
ശീലമാക്കേണ്ടതുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ഇത് ഞാനിത് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നതിനകത്ത് ഇതേപോലെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം നമ്മൾ റോഡിന്റെ കാര്യം അത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വീടുകളിനകത്ത് ഈ വേസ്റ്റ് തരംതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് കൃത്യമായിട്ട് ഓരോ കളറിലുള്ള കളർ കോഡ് ചെയ്തിരിക്കുന്നത്. ഇത് വീടുകളിൽ ദരിദ്രരായ ആൾക്കാരുടെ വീടുകളിൽ ഇതിങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം അത് നമ്മൾ സപ്ലൈ ചെയ്യൂ മാത്രമേ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ലാസ് റൂമിനെ അത് പഠിപ്പിക്കേണ്ടത് വരുന്നത്. സ്കൂളിൽ ഇത് പഠിപ്പിക്കേണ്ടതാ. തീർച്ചയായിട്ടും അവിടുത്തെ ടോയ്ലറ്റ് ഏറ്റവും നല്ല ടോയ്ലറ്റ് ആക്കേണ്ടതുണ്ട്. ആ ടോയ്ലറ്റ് കറണ്ട് ഇപ്പം നമ്മൾ ഈ കമ്മോടുള്ള വെള്ളം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യാൻ പഠിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് അവിടെ വെച്ചിരുന്ന അറിയാമെന്നാ. യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെ ഉപയോഗിക്കണം അത് പഠിക്കേണ്ടതുണ്ടെന്നാണ്. ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടെന്ന് ആളുകൾക്ക് അറിഞ്ഞൂടാ. ആളുകൾ വിചാരിക്കുന്നത് ഒരിക്കൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനെ അറിയാമെന്നാണ്. റോഡ് സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ എനിക്ക് കുറച്ച് ഞാൻ പുറത്തൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അവിടെ പുറം രാജ്യങ്ങളിൽ ചെന്നിട്ട് ഞാൻ കാർ ഓടിച്ചിട്ടുമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ റോഡിൻ്റെ ഇത് തന്നെ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതായത് ഈ മെക്കനൈസ്ഡ് വാഹനങ്ങൾ, കാറ്, ലോറി, ബസ്, അത്തരം അതും കാൽനട സൈക്കിളുമായിട്ട് ഒരു സെഗ്രിഗേഷൻ എപ്പോഴും വേണം. അല്ല അതിന് നമ്മൾ നമ്മുടെ ആ ഒരു ഇതിൽ ഫുട്പാത്ത് ഇല്ല, അതുപോലെ ധനമില്ലാതിരുന്ന സ്ഥലങ്ങളിനകത്ത് ആളുകൾ നടന്ന വഴികൾ വീതി വന്നിട്ടാണ് റോഡുകൾ ഉണ്ടായത്. അത് നമ്മൾ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ആട് നടക്കുന്നിടത്തൂടെ പുറകെ നടന്നാണ് ആളുകൾ റോഡുണ്ടാക്കിയത്. ആടും പശു അതിനെ മേയ്ക്കാൻ പോകുമ്പോഴുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ വളഞ്ഞിട്ടുള്ള റോഡുകളായിരിക്കും ഉണ്ടാകുന്നത്. ഈ റോഡുകളിനകത്താണ് വീതി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ പണ്ടത്തെ പാത ഉണ്ടായത്. ആ പാത ഉണ്ടാകുന്നതിൻ്റെ സൈഡിലാണ് വീട് വെച്ചത്. അതോടെ ഒരു 15 അടി 20 അടി വീതിയുള്ള റോഡുകളിൻ്റെ ചുറ്റിനും കച്ചവടം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ട് എല്ലാ മാടക്കടയും വെച്ച സ്ഥലമാണ്. അങ്ങനെ മാടക്കടകളുടെ ഘോഷയാത്ര ഉണ്ടായിട്ട് ജംഗ്ഷന് മുക്കുകൾ മുഴുവൻ ഉണ്ടായി. നമ്മളിപ്പോൾ കേരളത്തിനകത്ത് ഭക്ഷണം കഴിക്കണോ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചാൽ 5 മിനിറ്റിനകത്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തിൽ റോഡിൻ്റെ സൈഡിൽ എപ്പോഴും ഇതുണ്ടാകും. നമ്മൾ ഇപ്പോൾ വടക്കോട്ടൊക്കെ നമ്മൾ പോയി അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ എത്രയോ മൈൽ കഴിഞ്ഞിട്ടാണ് അടുത്ത ജംഗ്ഷൻ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആളില്ലായ്മയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യമേ തൊട്ട് ആൾ കൂടിയ സ്ഥലമാണ്. കാരണം ഇത്രയധികം നല്ല ഒരു കാലാവസ്ഥയുള്ളത് കാരണം കൊണ്ട് ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ അവർ താമസിക്കാനും ഈ കച്ചവടം ചെയ്യുന്നതിനും ഉള്ള സൗകര്യത്തിന് അതുകൊണ്ട് റോഡിൻ്റെ സൈഡിലാണ് എല്ലാവരും എല്ലാ സാധനവും വെച്ച് പിടിപ്പിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് റോഡിന് വീതി കൂട്ടാൻ പറ്റാതെ വരും. അപ്പോൾ ഈ വളവ് നോക്കുക എന്ന് പറയുന്ന മെക്കാനിസത്തിൽ മാത്രമാണ് കുറച്ച് റോഡുകൾ മാറിയത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത റോഡാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ റോഡിനകത്ത് ഒരുപാട് ഫ്ലോ ഉണ്ട്. അത് വേറെ വിഷയമാണ്. എനിക്ക് ഫ്ലോ ഇല്ല എന്നുള്ള അർത്ഥത്തിലൊന്നും ഞാൻ പറയുകയല്ല. ഞാൻ പറഞ്ഞ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ പറയുന്ന നടക്കാനുള്ള വഴി, മോട്ടോർ സൈക്കിളിനുള്ള വഴി, മറ്റുള്ള വാഹനങ്ങൾക്കുള്ള വഴി എന്നുള്ള തരത്തിലുള്ള ഡിവിഷൻസ് ഉള്ള റോഡ് ഉണ്ടായേ പറ്റും. ഇത് ആ റോഡ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് വീതി കൂട്ടാൻ കഴിയില്ല എന്ന് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഇല്ല. ഇനി റിസോഴ്സസ് കണ്ടെത്തിയ കാലമാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ പണം ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ആ പണം കൊണ്ട് നമ്മൾ റോഡ് അപ്പോൾ സ്ഥലം അക്വയർ ചെയ്യാൻ ബാധ്യത വന്നു. ധാരാളം എല്ലാവർക്കും കാശ് കൊടുക്കണം. മറ്റേ ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് ആന്ധ്രയിലോട്ട് പോയിട്ട് റോഡിന് ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് അടുത്ത ഗ്രാമപ്രദേശത്തിലോട്ട് അവിടെ നിന്നാണെങ്കിൽ റോഡിന്റെ സൈഡിലെങ്കിൽ ആരുമില്ല. എങ്ങനെ വേണമെങ്കിൽ അവിടെയൊക്കെ റോഡ് കണ്ടിട്ട് ആൾക്കാർ പറയും അവിടെയൊക്കെ റോഡ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് എനിക്ക് നന്നായിട്ട് അറിയാം. റോഡിന് വീതി കൂട്ടാൻ പോകുമ്പം റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആ കച്ചവടം നടക്കുന്നതിന്റെ ലാഭവും ഒക്കെ ഉണ്ടാകുന്ന റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇതേ റോഡിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് ഒരു സ്ഥലം കൊടുക്കാതെ അവർക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഇത്രയധികം കേസുകളും കാര്യങ്ങളും വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് റോഡിന് വികസിപ്പിക്കാനൊക്കത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ റോഡിനകത്ത് ആളുകൾ നടക്കാനൊരു വഴി വേണം. പണ്ട് ആളുകൾക്ക് നടക്കാനുള്ള വഴിയായിട്ടായിരുന്നു റോഡെല്ലാം ഉണ്ടായത്. പക്ഷെ പിന്നെ വണ്ടി ഓടുന്ന സ്ഥലമായിട്ട് ടാറിട്ട റോഡുകളെന്ന് പറയുന്നത് ബസ്സിനും കാറിനും പോകേണ്ടതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി.
പക്ഷെ ആളുകൾ നടക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി, വിട്ടുപോയി. ശരിയാണ്. അപ്പോഴേ ഏറ്റവും കുറച്ച സ്ഥലത്ത് അങ്ങേയറ്റം പറഞ്ഞാൽ അങ്ങേയറ്റം വരെ ടാറിടുന്ന മെക്കാനിസം ആണ്. ഇത് നമ്മൾ ഏറ്റെടുത്താലും അത് വീണ്ടും റോഡാക്കിയാണ് ആക്കുന്നത്. അവർക്ക് ആ റോഡ് അത് മതി, ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള റോഡ് മതിയെന്നും രണ്ട് സൈഡിലും പിന്നെ വേണ്ട നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഇല്ലെങ്കിൽ വെള്ളം ഒഴുകി വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതാണ് വേണ്ടത്. പക്ഷെ പകരം ഇവർ ചിന്തിക്കുന്നത് എത്ര വീതി കൂട്ടിയാൽ അതെല്ലാം റോഡായി മാറുക. അത് ആ റോഡിന്റെ അകത്ത് ഈ പറയുന്ന ഡിവിഷൻസ് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യം. അപ്പം അത്രത്തോളം അപ്പം നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മതി. 60 ഫീറ്റ് ഇതുള്ള മീറ്ററോ 60 മീറ്റർ എങ്ങാണ്ടായിരുന്നു 45 മീറ്റർ ആയിട്ട് കുറച്ച് 100 തുടങ്ങിയതാണ് എൻ്റെ അങ്ങനത്തെ വരുമ്പോഴാണ് ഈ സർവീസ് റോഡ് ഒരു ഡിസാസ്റ്ററാണ്. ഇപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും സർവീസ് റോഡിൽ കൂടെയുള്ള ചെറിയ റോഡാണ്, എനിക്ക് തോന്നുന്നു വീതി കുറവാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വിഷമിക്കും. അല്ല അതെല്ലാം ഞാൻ ഈ പറയുന്ന മുഴുവനും ഈ തിരക്ക് ധാരാളം ജനങ്ങളുള്ള ഒരു നാട്ടിനകത്ത് ചെയ്തെടുക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഈ മെട്രോ ഉണ്ടാക്കുന്നത് പോലെ മേളിലൂടെ ഉണ്ടാക്കി മാത്രമേ അതെല്ലാം ആ ലെവലിൽ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത് വന്ദേ ഭാരതിനെ കുറിച്ച് മേത്തനെ കൊണ്ട് പറഞ്ഞ പോലെ ഒരു സെഗ്രിഗേഷൻ ഉണ്ടാക്കിയെടുത്ത് പണക്കാർ അതിനകത്ത് പോകുന്നു. അതുപോലെ സകല ട്രെയിനും ലേറ്റ് ആക്കുക മാത്രമാണ്. ഒരു വണ്ടി കറക്റ്റായിട്ട് ഓടിക്കാൻ പോയിട്ട് നിങ്ങൾ പോയാൽ മതി എന്നുള്ളത് മാത്രമാണത്. അല്ലാതെ ട്രാക്കാണ് ഉണ്ടാകുന്നത്. അല്ല ഹൈവേയുടെ കൺസ്ട്രക്ഷനിൽ അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? സർവീസ് റോഡുകൾ ചെറുതാക്കി കളയുക. ഞാൻ പറഞ്ഞാൽ സർവീസ് റോഡുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതകരമായിട്ട് കേരളത്തിൽ അറിയേണ്ടത്. അല്ലാതെ അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളെ പറ്റി ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നതന്നെയില്ല. ഉണ്ട്. പണ്ടാണെങ്കിൽ ഹൈവേ വെള്ളം ഒഴുകുന്നത് സർവീസ് റോഡിലേക്കാണ്. ഞാൻ ഈയിടെ ഒരു ഇവിടെ മാത്രമൊന്നും അല്ല നമ്മളിത് പറയുന്ന കേട്ട കേരളത്തിലാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യയിൽ നമുക്ക് അറിയുന്ന സ്ഥലത്ത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ റോഡ് ഉപയോഗിക്കാൻ പഠിപ്പിക്കേണ്ട വശമേ നമുക്ക് ചെയ്യാനൊക്കെ. റോഡ് നന്നായി ചെയ്യണമെന്നുള്ള സാധനം സയന്റിഫിക്കായിട്ട് ചെയ്തെടുക്കേണ്ടത് ഹൈവേ അതോറിറ്റി ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. അവരിലൂടെയാണ് നമുക്കത് ചെയ്തെടുക്കേണ്ടത്. ആ ചെയ്തെടുക്കുന്ന സ്ഥലത്ത് ഇത് പറയേണ്ടതുണ്ട്. അതിന് പക്ഷേ ആളുകൾ അവെയർ ആകേണ്ട ഒരു സ്ഥലമുണ്ട്. ഇത് റോഡ് പണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ റോഡ് പണിയുന്നതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കാണുന്നില്ല. അതിന് അത്തരത്തിലുള്ള ഒരു നമ്മൾ പണിഞ്ഞതിന് ശേഷം തെറ്റുകുറ്റം പറയുന്നവരാണ് നമ്മളിപ്പോൾ. ഭയങ്കര മിടുക്കരാണ് നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവൻ എഴുതും. പക്ഷേ റോഡ് പണിയുന്ന സമയത്തൊന്നും ആർക്കും ഇതിനകത്ത് യാതൊരു ലോകമില്ല. അപ്പം നമ്മൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രാദേശികമായ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാകേണ്ടതുണ്ട്. ആളുകൾ ഇതിനകത്ത് കോൺഷ്യസ് ആകേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സാധനത്തിനകത്ത് അവകാശവും അധികാരവും ഉണ്ടെന്ന് അനുഭവിക്കേണ്ടതുണ്ട്. ഇത് മുഴുവൻ ഡെമോക്രസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആ ഏരിയകൾ. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഈ റോഡ് ഉണ്ടാക്കുന്നതിനകത്ത് വലിയ കറക്റ്റായ ആൾക്കാരാണ്. അങ്ങനെയല്ലെന്ന് നമുക്കറിയാമല്ലോ. സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ കറപ്റ്റഡാണ്. അതെ, തീർച്ചയായിട്ടും. 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റിനകത്ത് 80% യൂസ്ലെസ് ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നതിന് നോക്കുന്നതിന് വേണ്ടി കളയുകയും 20% റോഡിലെത്തുകയും. റോഡെന്നുള്ളതല്ല, ഏത് പ്രോജക്റ്റും അങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മൾ അഴിച്ചു പണിയേണ്ട മേഖലകളൊക്കെ. പക്ഷേ ഇപ്പം നിൽക്കുന്നത് നമുക്ക് മിനിമം ചെയ്യേണ്ടത്, നമുക്കിത് സ്വയം ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സ്ഥലമാണ്. അത് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ഉള്ള റോഡ് ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതെങ്കിലും നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ. കാരണം നമുക്ക് ഈ റോഡ് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാനുള്ള അറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടായ റോഡിന് ശേഷമല്ല, ഉണ്ടാകുന്ന റോഡിന് അത് പറയാനറിയേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പഞ്ചായത്തും ഒക്കെ ഈ ഇതിനകത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഞാനത് ആദ്യം തിരുവനന്തപുരത്ത് നമ്മൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ ഈ ട്രാഫിക് പോലീസുമായിട്ട് ചേർന്നിട്ട് നമ്മൾ കുറേ, എനിക്ക് ഒരു 10-12 വർഷത്തോളമെങ്കിലും ഞാനത് പണിയെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ അതിൻ്റെ ഈ ലിറ്ററേച്ചറൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഈ ഒരു ഇപ്പോൾ റോഡിനകത്ത് നമുക്ക് പൈപ്പ് അപ്പുറത്തെ വീട്ടിലേക്ക് എടുക്കണം. അപ്പോൾ റോഡ് മുറിക്കാതെ പറ്റില്ല, മുറിക്കേണ്ടി വരും. റോഡ് മുറിക്കുന്ന സമയത്ത് ആ മുറിച്ച കാര്യത്തിന് പണം നമ്മൾ അടയ്ക്കണം. ഇത് നന്നാക്കാനുള്ള പണം ആദ്യമേ അടയ്ക്കണം. അങ്ങനെ പണം അടച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരെണ്ണം മാത്രമായിട്ട് നന്നാക്കാനായിട്ട് ഒരു കോൺട്രാക്ടറെ വിളിച്ചാൽ അവരെടുക്കത്തില്ല. അപ്പം റോഡിലൊരു 10-15 കുഴിയെങ്കിലും ആയതിനു ശേഷമേ ആ റോഡിനകത്ത് അപ്പോഴത്തേന് 100 പേര് വീണ് കഴിയും. അപ്പോൾ പണം കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഇന്ന് പണം അവർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺട്രാക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടും വണ്ണം റോഡ് ചീത്തയാണ്. അത് ചെയ്തിട്ടില്ല. അവർക്ക് ഇത് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ റോഡ് ഇഷ്ടംപോലെ കുഴി ആയാലേ അത് ലേലത്തിന് വയ്ക്കത്തുള്ളൂ.
അല്ലാതെ ഇല്ല. അപ്പം നമ്മൾ അപ്പം അന്ന് റിസോഴ്സസ് കുറവായിരുന്നു, ഇന്ന് റിസോഴ്സസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. എക്സാമ്പിൾസ് ഉണ്ടല്ലോ പുറത്തുനിന്നൊക്കെ. അപ്പം ഇതേപോലെ തന്നെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിനകത്ത് എല്ലാം പ്രോജക്റ്റുകൾ വരും. ഈ പ്രോജക്റ്റുകൾ വരുമ്പം ഇത് തമ്മിലുള്ള കോർഡിനേഷനാണ് ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ മറ്റൊന്ന്. ഈ നമ്മളിത് ഞങ്ങളുടെ സെക്ഷനല്ല അവരെ വിളിക്കുന്നുള്ളതല്ല, റോഡിൻ്റെ പണി നടന്നു കഴിയുമ്പോഴായിരിക്കും പൈപ്പുകാർ വരുന്നത്, വാട്ടർ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിയുമ്പോഴായിരിക്കും ടെലിഫോൺകാർ വരുന്നത്, ടെലിഫോൺ കേബിൾ ഇടുന്നത്. ഇപ്പോഴാണ് ഏറ്റവും പുതിയ സിസ്റ്റത്തിനകത്താണ് സൈഡിൽ എല്ലാ കേബിളും എല്ലാ പൈപ്പും ഇടാനായിട്ടുള്ള ഒരു എന്താണ് കനാല് പോലൊരു സാധനം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സാധനം ഉണ്ടാക്കുന്നത് വരെ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. ഒരു 10-20 വർഷങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൻ്റെ തുടക്കകാലം മുതൽ ഈ ഫോറിനേഴ്സ് എല്ലാം കൊച്ചിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ലൈനുകൾ 100-500 കണക്ഷൻ ഒറ്റ പോസ്റ്റിലും അതിനകത്ത് അവർ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഇതിനെക്കുറിച്ച് കേബിൾ വന്നപ്പോഴാണ് നമുക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇതൊക്കെ റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കറണ്ട് മുഴുവൻ ഓഫ് ചെയ്യാം. അത് നിന്നിട്ട് അത് മാറ്റണമെന്ന് വരുമ്പോഴത്തേനും ആ പ്രദേശത്ത് മുഴുവനും ഒരു 10-15 പോസ്റ്റെങ്കിലും മാറ്റി ഇടേണ്ടി വരുന്ന പ്രവൃത്തി വരുന്ന കാരണം കൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇത് ചെയ്യേണ്ട മാറ്റി വയ്ക്കും. ഇങ്ങനെയാണ് ഈ പോസ്റ്റുകളെല്ലാം റോഡിന്റെ നടുവിൽ നിൽക്കുന്നത്. അല്ല, പ്രധാനമായി ടൗണുകളിലെങ്കിലും നമ്മൾ ഈ കേബിളുകളെല്ലാം ഭൂമിക്കടിയിൽ വെക്കണം. പുറത്തൊക്കെ അങ്ങനെയാണല്ലോ, ഭൂമിക്കടിയിൽ കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയുണ്ടോ? അത് അൺസേഫാണ് ആ സംഭവം. അല്ലെ, ആ വന്നത് സാധനം വരുമ്പം ഈ അതിന് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വലുതാണ്. നമ്മൾ ഈ പറയുന്ന കേബിൾ മേടിക്കുക എന്ന് പറയുന്നത്, പോസ്റ്റ് നമുക്ക് കാട്ടിൽ നിന്ന് തടി വെട്ടിയെടുക്കാൻ പറ്റും, പക്ഷെ ഇത് മേടിച്ചേ പറ്റും. അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ ഒരു ഡക്റ്റ് ഉണ്ടാക്കി അതിനകത്ത് ഇടേണ്ടി വരും. ഇല്ലാതെ പിന്നെ മണ്ണിനകത്തിട്ട വീണ്ടും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ കേബിൾ മുഴുവനും ഈ മണ്ണിനകത്ത് കുത്തിയിട്ടിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോഴാണ് വീണ്ടും വെട്ടിപ്പൊളിക്കാൻ ബാധ്യത വരുന്നത്. ഇത് ഈ കോർഡിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വലിയ പ്ലാനിങ് ആവശ്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ പ്രോജക്റ്റുകൾ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ടൈം ഫ്രെയിമിൽ അത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഈ കോർഡിനേഷൻ നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നടക്കത്തേയില്ല. ഇതുകൊണ്ടാണ് ഈ പലപ്പോഴും റിസോഴ്സസ് കയ്യിലുള്ളപ്പോഴും ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാതെ വരുന്നത് കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട്. അതുമാത്രമായിട്ടല്ല വരുന്നത്, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വലുതാണ്. ശരിയാണ്. നമ്മൾ ഈ റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇത്തരത്തിലുള്ള നമ്മൾ ഇന്ന് ആധുനികമായ അറിവോടെ ഉണ്ടാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആധുനികമായ റോഡുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്ന അറിവിന് ചെയ്യണമെങ്കിൽ അതിന് റിസോഴ്സ് ആവശ്യമാണ്. അത്രയും റിസോഴ്സസ് നമ്മുടെ സ്ഥലത്തുനിന്ന് എടുക്കുന്നില്ലെങ്കിൽ കടമെടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. സയന്റിഫിക് ആയിട്ടുള്ള ഒരു റോഡ് പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ കാര്യം വിടുക, ഞാൻ കേരളത്തിലായതുകൊണ്ടാണ് നമ്മൾ കാര്യം തിരിച്ചറിയുന്ന ആൾക്കാർ. കേരളത്തുകാർക്ക് എന്തോ സവിശേഷ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനിത് മറ്റു സ്ഥലങ്ങളിൽ നമ്മളിത് കാണുന്നതാണ്. ഇപ്പൊ ആ സ്ഥലത്തൊക്കെ ഏറ്റവും പുതിയ റോഡൊക്കെ 2 വർഷത്തിനകത്തുള്ള റോഡൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് അതൊക്കെ കണ്ട് നമ്മളെല്ലാം കൊതിച്ച റോഡുകൾ. ആ റോഡൊക്കെ പൂനെ ബോംബെ റോഡൊക്കെ തകർന്ന് തരിപ്പണമായിട്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മുടെ ക്ലൈമറ്റും ഇതുപോലെയാണ്. ഏറ്റവും കൂടുതൽ മഴക്കാലം 8 മാസം മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ മുഴുവൻ സമയം നനഞ്ഞിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് അങ്ങനല്ല. അതെന്താണെന്ന് വെച്ചാൽ റോഡ് കഴിഞ്ഞാൽ ആദ്യം വരേണ്ടത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇപ്പോൾ റോഡ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ 2 സെക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് സ്വല്പം ഒരു ½ ഫീറ്റ് പൊക്കി ഡ്രെയിനേജ് സിസ്റ്റം വയ്ക്കും. അത് ചെറിയ സ്ലോപ്പും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ റോഡിൽ വെള്ളം വേണം, ഡ്രെയിനേജ് കണക്റ്റഡ് ആണ്, അത് റിവറിൽ പോകും. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ മഴ കാരണമാണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അതൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അതാ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്, അത് കൺസ്ട്രക്ഷൻ ഡിഫക്റ്റ്. അപ്പോൾ അത് അതിനകത്ത് വരുന്നത്, ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന ഒരു സമയത്തുണ്ടായിരുന്നു. അന്ന് ഈ ബിറ്റുമിൻ എന്ന് പറയുന്ന ടാറ് വെയിൽ കൊള്ളുമ്പോൾ ഉരുകിയിട്ട് ഇത് വീണ്ടും ഇത് ഗിരിപ്പുള്ളതായിട്ട് മാറുകയും അങ്ങനെ പകല് ചൂടാകുകയും വൈകുന്നേരം ഇത് തണുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ഈ കല്ലുകളെല്ലാം അങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഈ പാച്ച് വർക്കും അതുപോലുള്ള സാധനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇത്ര ഗ്രേഡിൽ ചൂടിൽ അത് ചെയ്തേ പറ്റും. സയന്റിഫിക്കായിട്ട് അത് അങ്ങനെ ചെയ്തേ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം കൂടുന്ന സമയത്ത് ഈ ടാറ് മുഴുവൻ ഇങ്ങനെ മേളി വരും. എന്നിട്ട് ഈ മണൽ മുഴുവനും കല്ലും എല്ലാം താഴെ പോകും. അപ്പം മുകളിൽ വശം അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് ഗ്ലേസ്ഡ് ആകും. അപ്പോൾ മഴക്കാലത്ത് പിന്നെ സ്ലിപ്പ് ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പം ഈ വേരിയേഷനൊക്കെ വരുന്നതിന് അനുസരിച്ചിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ചേർക്കുന്ന സ്ഥലം, അപ്പം മഴ പെയ്യുന്ന സമയത്ത് ഈ ടാറ് കട്ടിയാകും.
ആ കട്ടിയാകുന്ന സമയത്ത് ബ്രിട്ടിലാകുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് ഇരിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, അത്രയും വരെ ആകാവും. അതിൽ കൂടുതൽ അത് തണുത്ത് കഴിഞ്ഞാൽ ഇത് ബ്രിട്ടിലായി പോകും. ആ സമയത്ത് നമ്മളെ റോഡുകളിനകത്ത് ഇതിൻ്റെ എത്ര ഘനത്തിലാണ് ഈ ടാറിടുന്നതെന്ന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കാറ് ഇതുപോലുള്ള ഇപ്പം 10 ടൺ വരെയുള്ള ലോറി പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 12 തൊട്ട് 15 ടണ്ണ് ഭാരമുള്ള ഒരു ലോറി വരും ഇതിനിടയ്ക്ക്. ആ ലോറി വന്ന് ഒരു വളവിലൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സാധനം അതങ്ങളായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പോൾ പുതിയ വണ്ടികൾ വരുന്നത് കാണുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇതിനൊരു 5-10 ടണ്ണ് വ്യത്യാസമുണ്ട്. അത് ഈ നമ്മുടെ സകല റോഡ് ചീത്തയാക്കുമെന്ന് അപ്പം അറിഞ്ഞൂടാ. അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെയുള്ള പുതിയ ടെക്നോളജിയും പുതിയ അറിവും കൂടെ ചേർന്നേ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് സാങ്കേതികമായി പരിഹരിക്കേണ്ട മേഖലകളാണ്. അപ്പോൾ ചില വളവിനകത്ത് ഇത്രയും ഭാരമുള്ള വണ്ടികളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വണ്ടി തിരിക്കുന്ന സമയത്ത് ഇത്രയും വെയിറ്റ് ഒന്നിച്ച് ഒരു ഒറ്റ ടയറിലെത്തും. അതെ, ശരിയാണ്. ഇപ്പോൾ വളവ് തിരിക്കും. അപ്പോൾ അതിൻ്റെ ആ മൊമെൻറ്റം കൊണ്ട് ഇത് മുഴുവൻ ഇളകിപ്പോകും. അപ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് തകർന്നു തരിപ്പണമായി പോകും. അപ്പോൾ ഇതുപോലുള്ള ഉത്തരവൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഉത്തരവൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ റോഡ് ഉണ്ടാക്കിയായിരുന്നു. അയാൾ അവിടെ ഉണ്ടാക്കിയ അവിടെ ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടും റോഡിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മളെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന മെക്കാനിസങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ബമ്പെല്ലാം പോയി ഞാനിങ്ങനെ കാണുമ്പോഴാണ് വളരെ കൃത്യം, ഒരിക്കലും നമ്മൾ എടുത്തടിച്ച പോലെ വീഴത്തില്ല. ഇത് ബമ്പുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ജോലിക്കാരന് അവന് യാതൊന്നും അറിഞ്ഞൂടാ. ഈ കരാറുകാരന് റോഡിനെ പറ്റി യാതൊന്നും അറിഞ്ഞൂടാ. കാശുണ്ടെന്നുള്ളത് മാത്രമാണ് കരാറുകാരൻ. അല്ല, കരാറുകാരനൊരു വിദ്യാഭ്യാസം ഇല്ല. റോഡ് എടുക്കാനായിട്ടുള്ള അറിവല്ലാതെ ഈ റോഡ് പണിയാനുള്ള അറിവ് അയാൾക്കില്ല. അത് നോക്കുന്ന എഞ്ചിനീയർക്ക് അറിവുണ്ട്, എഞ്ചിനീയർ ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ മാത്രമല്ല. അപ്പോൾ അയാൾക്ക് ഇച്ചിരി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് റോഡ് അയാൾ അപ്രൂവ് ചെയ്യും. ഇതാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കരാറുകാർക്ക് ഒരു അറിവ് ആവശ്യമുണ്ട്. അവർ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കില്ലാത്ത. ഏത് പണ ഉള്ള ഒരുത്തനും അത് ചെയ്ത കർഷകരുടെ ആത്മഹത്യയോ മറ്റോ ഇല്ല. അത് ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത് ജീവനോടെ തിരിച്ചു, അങ്ങനെയാണ്. അത് വേറൊരു കഥയാണ്, നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യണ്ട. അല്ല, ഈ ഇപ്പം പുറത്തൊക്കെ നമ്മൾ റോഡ് സേഫ്റ്റി നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഡ്രെയിനേജ് കഴിഞ്ഞ് ഫുട്പാത്ത്, പിന്നെ സൈക്കിൾ ട്രാക്ക്, പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ മതിൽ കെട്ടാൻ സമ്മതിക്കില്ല. ആ വീട്ടുകാരെ ഇതിനകത്തേക്ക് അവർ ഉൾപ്പെടുത്തും. കാരണം നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ കേരളത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മളൊരു 120 കിലോമീറ്റർ വീതിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ വീതിയുള്ളത് ഇടുക്കി, എറണാകുളത്ത് നിന്ന് ഇടുക്കി വരെയുള്ള സ്ഥലത്താണ് 120 കിലോമീറ്ററാണ് അവിടെ വീതിയുള്ളത്. എന്ന് പറഞ്ഞാൽ ശരാശരി എന്ന് പറയുന്നത് 100 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇതിനകത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഏകദേശം 5% റോഡ് ഇന്ത്യയുടെ റോഡുകൾ കേരളത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. കേരളത്തിനകത്ത് റോഡ് ഉണ്ടാകുന്നല്ല, റോഡ് ചെറിയ റോഡുകളാണ്. അതെ അതെ, തീർച്ചയായും. അപ്പം നമുക്കത് മുഴുവനും ഒരുവിധമുള്ള റോഡുകളിലെല്ലാം വൺ വേ ആക്കി മാറ്റി മാത്രമേ ശരിക്കും പറഞ്ഞ ട്രാഫിക് പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. അപ്പം അതേസമയത്ത് ഒരു മെയിൻ റോഡ് വേണം. 2 റോഡ് വേണ്ടി വരും നമുക്ക്. മെയിൻ റോഡെന്ന് പറയുന്ന 2 റോഡ്, ഒന്ന് മലയോര പ്രദേശത്തൂടെ ഒരെണ്ണം വേണം, ഒന്ന് ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് തീരപ്രദേശവും അല്ല, രണ്ടും അല്ലാതെ ഇരിക്കുന്ന ഈ പ്രദേശത്തോടുള്ള റോഡ്. ഈ 2 റോഡിലോട്ട് കണക്റ്റിംഗ് റോഡുകൾ മാത്രമേ നമുക്ക് സത്യത്തിൽ ഉണ്ടാക്കാൻ, അത് കവിഞ്ഞ് നമുക്ക് റോഡ് ഉണ്ടാക്കാനൊക്കത്തില്ല. കാരണം അത്രത്തോളം റോഡുകൾ അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കാനൊക്കെ ആ പുതിയ റോഡുകൾ ഉണ്ടാക്കുമ്പം നമ്മൾ ഈ പറയുന്ന അത്രയും വീതിയിൽ ഉണ്ടാക്കാനും വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ 1 കോടി രൂപ 1 കിലോമീറ്ററിന് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് 10 കോടിയാകും. കാരണം അത്രത്തോളം ആളുകളെ മാറ്റേണ്ടി വരും. കോമ്പൻസേഷൻ അത്രയും ജനതയുണ്ടെന്ന് നമ്മൾ അറിയേണ്ടത്. അതാണ് ഒന്ന്. അടുത്തതെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിനകത്ത് 10 കൾവർട്ടെങ്കിലും വേണ്ടി വരും. അത്രയും വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിൽ. അങ്ങനത്തെ വെള്ളം നമ്മളിത് രണ്ടും ഇങ്ങനെ ആളുകൾ എളുപ്പത്തിലങ്ങ് പറയും. തമിഴ്നാട്ടിൽ ചെന്നാൽ എന്തൊരു നല്ല റോഡാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മുടെ മണ്ണും നമ്മുടെ ഈ റോഡും ഈ പറഞ്ഞാൽ അതിനു വേണ്ടി തോടും കുഴിയും ഉള്ള സ്ഥലത്തൂടാണ് നമ്മുടെ സ്ഥലം കൂടെ. അത് കാരണം കൊണ്ട് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ്. നമ്മൾ നല്ലോണം കാശ് നമ്മൾ കൊടുത്തേ പറ്റൂ. കൊടുക്കാതെ അത് ഉണ്ടാകത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഈ റോഡ് ചെറുതായി പോകുന്നത്. ഇതൊക്കെ ഈ അതേ പണം തന്നെ അനുവദിച്ചാലും ഒരേപോലെ ഇത് പണിഞ്ഞു തീർക്കാനൊക്കത്തില്ല. നമുക്ക് അതിനു വേണ്ടി ചെലവ് കൂടുതൽ വരും. ഇതൊക്കെ ഞാനിതൊക്കെ പഠിച്ചു പോയത് നമ്മൾ ആദ്യം ഇത് വിമർശനം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഈ പണി എടുക്കുന്നിടത്ത് ചെന്നിട്ട് ഇത് ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കിയത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് ഇത്രയധികം ജനസംഖ്യ ഉണ്ടെന്നുള്ളതും ജനസംഖ്യ ഉള്ളത് മാത്രമല്ല, ശരിക്കും ഫലഭൂയിഷ്ടമായ മണ്ണാണ് നമുക്ക് പോകുന്നത്. മറ്റേടെന്നെങ്കിൽ ഒരു കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലത്തൂടെ ആ റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്റ്റിംഗ് സാധനങ്ങളെ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്കൊരു സത്യത്തിൽ റോഡെന്ന് പറയുന്നത് കാലയിൽ നിർത്തുന്ന റോഡേ ഉണ്ടാക്കാൻ പറ്റൂ. തൂണുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് റോഡിലെ നടപ്പാതയുടെ ആവശ്യമില്ല. പക്ഷേ ഫാസ്റ്റ് ലൈനുള്ള വാഹനങ്ങൾ പോകുന്നതിന് മാത്രമായിട്ടേ അത് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അതിലാൾ നടക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൂടാ. താഴെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള 2 റോഡ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒന്ന്, കാറും ലോറിയൊക്കെ പോകുന്നതിന്, ബസ്സും ഒക്കെ പോകുന്നതിന്, ലോങ് ഡിസ്റ്റൻസ് ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ പാലത്തിനകത്തൂടെ പോകുന്ന നിലവാരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മറ്റേ റോഡുകളാണ് നമ്മൾ ഈ പറയുന്നത്. അതപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും വീതിയില്ലാത്ത റോഡൊക്കെ ഉണ്ടായിരിക്കുന്നതിന് സൈഡിലൊക്കെ നടക്കാനുള്ള വഴികളും കൂടെ കണിശമായി എല്ലാ സ്ഥലത്തും നമ്മൾ നടക്കാനുള്ള വഴി ഡെഫിനറ്റ്ലി അത് ഉണ്ടാകേണ്ടതുണ്ട്. അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ശീലമേ ഇല്ല ഒരു പടി സ്റ്റെപ്പ് ഉണ്ടാക്കി അവിടെ വെക്കുകയെന്ന്. അപ്പൊ അതുകൊണ്ട് അടിയിൽ കൂടെ തന്നെ ചെയ്യുന്നതാണ് ആൾക്കാർ പിന്നെയും ഉപയോഗിക്കും. അതിലിവിടെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് വെള്ളം വാട്ടർ ലെവലിന്റെ പ്രശ്നമാണ്. അത് നമ്മുടെ പ്രശ്നമാണ്. ഇതൊക്കെ ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കിവിടെ ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അടിയിലൂടെ ചെയ്യാൻ പറ്റുന്നിടത്ത് ആലോചിക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നം വരും. വെള്ളം ഹൈ പ്രഷർ പമ്പ് പോലെ എന്തെങ്കിലും വെച്ച് അതിന് വരുന്ന ചെലവ് വലുതാ. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ നമ്മളിത് ഈ ഗവൺമെന്റുകളെ കുറ്റം പറയും. ഏത് ഗവൺമെന്റ് ആയാലും നമ്മൾ ആ ഗവൺമെന്റിൽ ഇരിക്കുന്നവരും ഉദ്യോഗസ്ഥരായിരിക്കുന്നവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട്. അവിടെ കറപ്ഷനും അവരുടെ സാധനം മാത്രമല്ല, അവിടെ യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അറിയുകയും കൂടെ വേണം. കറപ്ഷന്റെ പ്രശ്നമുണ്ട്. ഇപ്പം മാത്രമേ പറയൂ. ഞാൻ നേരിട്ട് അനുഭവിക്കുന്നത് ഇപ്പം ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഷിപ്പ് ഇങ്ങനെ ജപ്പാൻ, അങ്ങനെ ചൈന, ഇന്ത്യ, ഗൾഫൊക്കെ വരുന്നതാണ്. ആളുകളുടെ ഡിസ്കഷനകത്ത് കറപ്ഷനേ ഉള്ളു. അത് ഇന്ത്യയിൽ പൈസ പറഞ്ഞു മേടിക്കുന്ന അവസ്ഥയാണ്. അതല്ല ഞാൻ പറയുന്നത്, ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ്. അല്ല, മറ്റു സ്ഥലങ്ങളുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലില്ല. പറഞ്ഞാൽ അതിനു വേണ്ടി പണം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഈ രാജ്യങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോയ പൈസയാണ് അവിടെ ഉള്ളത്. നിങ്ങളതെന്താ പറയാത്ത? അതെന്താ പറയാത്ത? അപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന പണം ഉണ്ടായിരുന്നു. ആ പണം മുഴുവനും കൂടെ കൊള്ളയടിച്ചിട്ട് പോയി യൂറോപ്പിലെ കൊണ്ടുപോയ പൈസ ഇല്ലേ അവർക്കുള്ളത്? ആഫ്രിക്കയിലുള്ള മുഴുവൻ പൈസ. അല്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മളിത് പറയുമ്പോൾ നമുക്ക് ലോകത്തിനെ പറ്റിയും കൂടെ നമ്മളൊക്കെ അറിവാണ്. അവിടെ അത് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു. ഇപ്പം ഗൾഫിൽ പോയിട്ട് വരുന്ന ആൾക്കാർ പറയും ഗൾഫിലെ റോഡ്. ഗൾഫിൽ ആർക്കെങ്കിലും റോഡിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ മരുഭൂമി കൂടെ റോഡ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന, വീതി കൂട്ടുന്നോ കുറയ്ക്കുന്നോ ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് അങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളിത് രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഈ പണിയെടുക്കാനിരിക്കുമ്പം നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷമാണ് സജഷൻസ് വെക്കേണ്ടത്.